മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനോ ചിലരുടെയെങ്കിലും ജീവിത തകർച്ചയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൾ വെളിച്ചം വീശിയിട്ടുണ്ടാകും. തീർച്ചയാണ്. അവ മെച്ചമാക്കുവാനുള്ള ചില വഴികൾ കൂടി അറിഞ്ഞിരുന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു വഴിവിളക്കാകും, ഒരു സംശയവുമില്ല. അത്തരത്തിൽ പ്രചോദിപ്പിക്കുവാനുള്ള ശക്തമായ 4 വഴികളെപ്പറ്റി അറിയാം. ആധികാരികമായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ബി അതോറിറ്റേറ്റീവ്. നമ്മോട് തന്നെ സത്യസന്ധതയും നാം പറയുന്ന കാര്യങ്ങളിൽ നിജസ്ഥിതിയും കലർത്തിയാൽ ആരാണ് നമ്മിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാത്തത്? അധികാരത്തിൻ്റെ കടുപ്പിച്ച സ്വരം കൊണ്ട് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആധികാരികതയോടെയും സൗമ്യതയോടെയും ആത്മവിശ്വാസം നൽകുന്നതുമായ വാക്കുകൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും. അധികാരിയുടെ ആജ്ഞയേക്കാൾ ആധികാരികമായ യഥാർത്ഥ സ്വരങ്ങൾ ആളുകളെ മുന്നേറാൻ ഉത്സാഹിപ്പിക്കും. രണ്ടാമതായി, മാതൃകയിലൂടെ നയിക്കുക എന്നതാണ്. ആരെ മാതൃകയാക്കണം എന്ന വലിയ വെല്ലുവിളി നേരിടുന്ന ഈ ചുറ്റുപാടിൽ നല്ല മൂല്യങ്ങളും പെരുമാറ്റവും പ്രകടിപ്പിച്ച് മാതൃകയുള്ളവരാകാൻ കഴിയണം. ബി എ ഗുഡ് മോഡൽ. നാം മാതൃകാപരമായി പ്രവർത്തിച്ചാൽ മറ്റുള്ളവരെയും ആ വഴി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൽ നാം സങ്കോചപ്പെടേണ്ടതേയില്ല. നമ്മുടെ നല്ല വാക്കുകൾ ആവശ്യമുള്ള ചിലരെങ്കിലും ഉണ്ടാകും. അവർ അത് ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. മൂന്നാമതായി, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. എൻകറേജ് അതേഴ്സ്. പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ പലതാണ്. അതിൽ പ്രധാനം അഭിനന്ദനം നൽകുന്നവരും സ്വീകരിക്കുന്നവരും ഒരേപോലെ വളരുന്നു എന്നതാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടി നാം അവർക്ക് പിന്തുണയും പ്രശംസയും പ്രചോദനവും ഒരുപോലെ വാഗ്ദാനം ചെയ്യുന്നു. പ്രോത്സാഹനത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ തത്വം എന്തെന്ന് അറിയാമോ? നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരെ സ്വയം വിശ്വസിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് ഒരാളെ നല്ല വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കും അവരുടെ നല്ല പ്രവൃത്തികളെ മടി കൂടാതെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. നാലാമതായി, നമ്മുടെ കഥ തന്നെ പങ്കിടുക. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. പഠിച്ചതും വായിച്ചതും മറ്റുള്ളവർ സഹായിച്ചതും നമ്മുടെ അനുഭവങ്ങളും എല്ലാം കൂട്ടിവെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിതം. ആ ജീവിതത്തിൽ നാം നേടിയ ജീവിത പാഠങ്ങൾ, വിജയമന്ത്രങ്ങൾ പങ്കിടണം. അതായത് നമ്മുടെ അനുഭവങ്ങളും പഠിച്ച പാഠങ്ങളും ഉപയോഗിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നതാണ്. നമ്മുടെ കഥ പങ്കിടുമ്പോൾ അത് കേൾക്കുന്നവർ ഒറ്റയ്ക്കല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ നാം സഹായിക്കുന്നു എന്നതാണ്. ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് മികവിലേക്ക് എത്തുവാൻ പിന്തുണ നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വഴിവിളക്കായി തീരും. അങ്ങനെയാകുവാൻ എവർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു.